നൌഷേര, സുന്ദർബനി, ബാരാമുള്ള, കുപ്വാര, അക്നൂർ സെക്ടറുകളിൽ പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്താണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതെങ്കിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ജമ്മുവിലെ അക്നൂർ സെക്ടറിലെ രാജ്യാന്തര അതിർത്തിയിലും പാക് പ്രകോപനമുണ്ടായി. हमारी ओर से भी जवाबी कार्रवाई हुई है, तो ये आते दिन चलता रहता. अब तो काफी टाइम के बाद हुआ, 7-8 साल के बाद यहाँ पे. പാകിസ്ഥാൻ പ്രകോപനത്തിന് ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടി നൽകി. ഇന്ത്യൻ സൈന്യത്തിന്റെ വെടിവെപ്പിൽ പാക് സൈനിക പോസ്റ്റുകൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായി. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി ഉറപ്പായതോടെ പാകിസ്ഥാൻ ആശങ്കയിലാണ്. ഇന്ത്യൻ സൈനിക നടപടി ഉടൻ ഉണ്ടാകുമെന്ന വാർത്താവിനിമയ മന്ത്രി അത്താവുള്ള തരാറിന്റെ രോദനം കേട്ടാണ് മിക്ക പാകിസ്ഥാനികളും ഇന്ന് ഉറക്കമെണീറ്റത്. അടുത്ത 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് വിശ്വസനീയമായ ഇന്റലിജൻസ് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നായിരുന്നു അത്താവുള്ള തരാറിന്റെ വിലാപം. പാകിസ്ഥാൻ has credible intelligence that India intends carrying out military action against Pakistan in the next 24 to 36 hours. തിരിച്ചടിക്ക് സൈന്യത്തിന് പൂർണ്ണ അധികാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയതോടെ ശ്രീനഗർ ഉൾപ്പെടെ കശ്മീരിലെ മുഴുവൻ സ്ഥലങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കുള്ള ഭീകരർക്കായി ദക്ഷിണ കശ്മീരിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ തിരച്ചിൽ സജീവമായി നടക്കുകയാണ്. അതിർത്തിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണെങ്കിലും ജമ്മുകാശ്മീരിലെ ജനജീവിതം സാധാരണ നിലയിൽ പുരോഗമിക്കുകയാണ്. എന്നാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായും വിജനമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ദാൽ തടാകത്തിന് തീരത്ത് സഞ്ചാരികളെ കാത്തുകിടക്കുന്ന ശിക്കാരകളുടെ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ സാഹചര്യം എത്രയും വേഗം മാറുമെന്ന പ്രതീക്ഷയിലാണ് കശ്മീരിലെ ജനത. ശ്രീനഗറിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് പിഷ്ടിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.